അസ്സലാമു അലൈക്കും. ഈ മാഹിറിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേയുള്ളൂ. അതെൻ്റെ സുറുമി മാത്രമാണ്. അവളോളം സൗന്ദര്യമുള്ളൊരു പെണ്ണിനെയും മാഹിർ ഇന്നേ വരെ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. അവൻ്റെ സുറുമയെക്കുറിച്ച് പറയുമ്പോൾ അവളെ തൊട്ടു മുൻപിൽ കണ്ടാലെന്ന പോലെ മാഹിറിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ പെണ്ണിനോടുള്ള ഇഷ്ടത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ സുൽത്താനയുടെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. തന്നെപ്പോലൊരു പെണ്ണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും ആ ഇഷ്ടം പുച്ഛിച്ചു തള്ളുന്നൊരു പുരുഷനോ? എന്നാലേ അതൊന്ന് കാണണല്ലോ. അതിശയത്തോടൊപ്പം ഒരുതരം വാശിയും തോന്നി അവൾക്ക്. അവനെ തൻ്റേതേക്കണമെന്നൊരു ദുർവാശി. പെണ്ണൊരുമ്പിട്ടാൽ എന്ന് ഏത് പുരുഷനും അവളുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞു പോകുമെന്നല്ലേ? ഒരു പെണ്ണിനെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ ആണുജത്തിൻ്റെ ഹൃദയം ഞാൻ പിടിച്ചു വാങ്ങിയിരിക്കും. നിന്നെ വീഴ്ത്താനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട് മോനെ. തൊട്ടടുത്ത നിമിഷം സുൽത്താനയുടെ കണ്ണുകൾ ചുറ്റിലും ഒന്ന് ഊറി ആരെയോ തിരിഞ്ഞു. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി കൊടുങ്കാറ്റ് പോലെ വന്നവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവനെ വട്ടം പുണർന്നു. എനിക്കിഷ്ടമാണ് മാഹിർ, എൻ്റെ ജീവനേക്കാൾ ഇഷ്ടമാണ്. എന്നെ വേണ്ടെന്ന് മാത്രം പറയരുത്. അവൻ്റെ നെഞ്ചിൽ മുഖം പുരട്ടിയവൾ പറഞ്ഞതും തീക്കൊള്ളി കൊണ്ട് കുത്തേറ്റതുപോലെ പൊള്ളിപ്പിടഞ്ഞ് മാഹിർ അവളെ തൻ്റെ ദേഹത്ത് നിന്ന് പറിച്ചു മാറ്റി. അതേ നിമിഷം തന്നെ അവൾ വീണ്ടും അവനിലേക്ക് ചാഞ്ഞ് അവൻ്റെ കവിളിൽ അധരങ്ങൾ ചേർത്ത് വെച്ചു. അവനൊരു പുരുഷനാണ്. മജ്ജയും മാംസവും ഒക്കെ ഉള്ളൊരു ആണൊരുത്തിന് രാവിൽ ഒരു പെണ്ണുടലിൻ്റെ മൃദുലത വർഷങ്ങൾക്ക് ശേഷം അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരവും വിറയലും അവനിൽ പടർന്നതും മാഹിർ സമനില വീണ്ടെടുത്ത് സുൽത്താനയെ ഒറ്റത്തള്ള്. അവൻ്റെ ശക്തിയിൽ സുൽത്താന നിലത്തേക്ക് വീണുപോയി. സുൽത്താനയുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പോ, നിനക്ക് പറ്റിയ ആൾക്കാരെ വേറെ കാണും. പെണ്ണിൻ്റെ സമ്പത്തും തൊലിവെളുപ്പും കണ്ട് മയങ്ങുന്നവർ. ഈ മാഹിറിനെ അതിന് കിട്ടില്ല. കിതച്ചുകൊണ്ട് പറഞ്ഞവൻ വെട്ടിത്തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയതും സുൽത്താന ചാടി എഴുന്നേറ്റ് അവൻ്റെ മുൻപിൽ തടസ്സമായി നിന്നു. എനിക്ക് പറ്റിയ ആൾ നിങ്ങൾ തന്നെയാണ്, നിങ്ങളെ തന്നെ വേണം എനിക്ക്. വാശിയോടെ പറഞ്ഞവൻ വീണ്ടും അവനിലേക്ക് ഒട്ടിയതും മാഹിറിൻ്റെ കൈ അവളുടെ കവിളിൽ ആഞ്ഞു പതിച്ചിരുന്നു. വെറുമൊരു ജോലിക്കാരന് ഇത്രയും അഹങ്കാരമോ? സുൽത്താനയുടെ കണ്ണുകളിൽ പകയുടെ തിര ഇളകി മറിയുന്നൊരു നോട്ടം. ഇത്രയും അഹങ്കാരിയായ ഒരു പുരുഷനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. നിങ്ങൾ കുറിച്ചു വെച്ചോളൂ. എൻ്റെ കവിളിൽ പതിഞ്ഞ ഈ കൈക്കൊണ്ട് നിങ്ങൾ എൻ്റെ മേനിയെ തലോടുന്നൊരു ദിവസം വരും. നിങ്ങളെ ഒരു കളിപ്പാവ പോലെ എൻ്റെ കാൽക്കീയിൽ വരുത്തും ഞാൻ കീ കൊടുക്കുമ്പോൾ മാത്രം ചലിക്കുന്നൊരു വെറും കളിപ്പാട്ടം. ഇനി ഇതിൻ്റെ ഒരു വാശി കൂടിയാണ്. അവൻ തല്ലിയ കവിളിൽ പൊതിഞ്ഞു പിടിച്ചവൾ മുരണ്ടു. തന്നെപ്പോലെ സുന്ദരിയായ ഒരു പെണ്ണ് മുൻപിൽ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും ഒരിത്തിരി പോലും മനംമാറ്റം സംഭവിക്കാത്തൊരു യുവാവ്. അവൻ എന്തൊക്കെയോ പ്രത്യേകതയുണ്ടെന്ന് തോന്നി അവൾക്ക്. തന്നെ നോക്കി വെല്ലുവിളി പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് പോകുന്നൊരുത്തിയെ അവൾ ഇരുട്ടിലേക്ക് പൂർണ്ണമായും മറിയും വരെ നോക്കി നിന്നു. എന്തൊക്കെ പറഞ്ഞാലും അവളെ കൈനീട്ടി അടച്ചത് തെറ്റായിപ്പോയെന്ന് മാഹിറിന് തോന്നി. ദേഹത്ത് ഇപ്പോഴും അവളുടെ ഇളം ഉടലിൻ്റെ ചൂടും ചോരും തങ്ങി നിന്ന് അവനെ അസ്വസ്ഥനാക്കി. അസുഖമുള്ള കുട്ടിയാണെന്ന് അവളുടെ ബാപ്പ മുന്നറിയിപ്പ് തന്നതാണ്. എല്ലാം അറിഞ്ഞിട്ടും ആ കുട്ടി പറഞ്ഞ പൊട്ടത്തരം കേട്ട് അവളെ കൈനീട്ടി അടിച്ചെന്നെങ്ങാനും ആ മനുഷ്യനറിഞ്ഞാൽ തൻ്റെ ഈ ജോലിയും നഷ്ടപ്പെടുമോ എന്നൊരു നേർത്ത ഭയം കൂടി മാഹിറിൻ്റെ ഉള്ളിൽ വളർന്നു തുടങ്ങി. അങ്ങനെ പോകുന്ന ജോലിയാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കും മാഹിർ. എന്നാലും എൻ്റെ സുറുമിക്ക് മാത്രം നൽകിയ എൻ്റെ ഹൃദയവും ശരീരവും മറ്റൊരുത്തിക്ക് കൂടി പങ്കുവെക്കാൻ എനിക്ക് വയ്യ. അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. മാഹിർ അകത്ത് കയറി വാതിലടച്ച് ബ്ലാങ്കറ്റിലേക്ക് മുഖം പൂഴ്ത്തിക്കിടന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ തെളിഞ്ഞ് അസ്വസ്ഥ നിറച്ചു. അന്ന് പിന്നെ എഴുതാനുള്ള മൂടൊന്നുമില്ലായിരുന്നു. ചിന്തകൾക്കൊടുവിൽ എപ്പോഴോ അവൻ്റെ കണ്ണുകളിൽ ഉറക്കം തലോടി. മാഹിർ ശാന്തനായി ഉറങ്ങുമ്പോൾ സുൽത്താന ആ വലിയ കൊട്ടാരം പോലെയുള്ള വീട്ടിൽ അവളുടെ അറയിൽ ഉറക്കമില്ലാതെ മാഹിറിനെ വരുതിയിലാക്കാനുള്ള വഴി തേടി ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയായിരുന്നു. രാവിലെ മാഹിർ നേരത്തെ ഉണർന്ന് ഫോണെടുത്ത് നോക്കുമ്പോൾ FBയിൽ കണ്ട തൻ്റെ പ്രിയതമയുടെ മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. ഇന്ന് സ്റ്റോറി ഇല്ലേ? ഇല്ല, ഇന്നലെ എഴുതാൻ കഴിഞ്ഞില്ല. എന്താണ് തൻ്റെ ഇന്നത്തെ വിശേഷമെന്ന് പറയൂ. മാഹിർ പതിവ് പോലെ അവളെ കേൾക്കാൻ തയ്യാറായി. കുറച്ച് സമയം കൂടി ആ ചാറ്റ് നീണ്ടുപോയി. 2 ദിവസം കൂടി വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കൊഴിഞ്ഞുപോയി. എന്നത്തെയും പോലെ എണീറ്റ ഉടനെ തിരക്കിട്ട അടുക്കളപ്പണിയിലായിരുന്നു സുറുമി. മാഹിർ എന്ന് വിളിക്കുന്നത് കൊണ്ടാവും ആ മുഖത്തിന് വീണ്ടും തെളിച്ചം വെച്ചിട്ടുണ്ട്. തന്നെ അറിയുന്നൊരു പ്രിയതമൻ കൂടെ ഉണ്ടാകുമ്പോഴാണല്ലോ
ഒരു സ്ത്രീ കൂടുതൽ സുന്ദരിയാവുന്നത്. നൂൽപുട്ടും പയറുകറിയുമാണ് അവൾ അന്ന് ഉണ്ടാക്കിയത്. അത് കഴിക്കാത്തവർക്ക് ദോശയും ചട്നിയും വേറെ ഉണ്ടാക്കി. ചെറിയ സഹായങ്ങൾ ചെയ്ത് ഹസീനയും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് വന്ന് ഊൺമേശയ്ക്ക് ചുറ്റുമിരുന്നപ്പോൾ ഉണ്ടാക്കിയ വിഭവങ്ങൾ ഹസീനയും സുറുമയും തന്നെ അവർക്ക് വിളമ്പി. സക്കീർ സുറുമ എന്ന ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെയാണ് ഇരുന്ന് കഴിക്കുന്നത്. അന്നത്തെ സംഭവത്തിന് ശേഷം ആൾക്ക് നല്ല മാറ്റമുണ്ടെന്ന് സുറുമയ്ക്ക് തോന്നി. ആ കഴുകൻ കണ്ണുകൾ ഇപ്പോൾ തന്നെ തേടി വരാറില്ലെന്ന് അവളിൽ വലിയൊരു ആശ്വാസം തന്നെ നിറച്ചു. സുറുമേ, ഈ ഒന്ന് നിന്നേ. അടുക്കളയിലേക്ക് തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ സുറുമി ആനുമ്മയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ഈ എൻ്റെ കയ്യിലാ വളർന്നൂരിക്കേ, അതിൻ്റെ കയ്യിൽ കൊള്ളൂ എന്നൊന്ന് നോക്കട്ടെ. അവരുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് മണത്തെങ്കിലും സുറുമി വള ഊരി ആനുമ്മ നീട്ടിപ്പിടിച്ച കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആനുമ്മ കൗശലം തുളുമ്പി നിൽക്കുന്നൊരു ചിരിയോടെ ആ വള കയ്യിൽ അണയുന്നത് സുറുമി നോക്കി നിന്നു. മൂത്തുമ്മാൻ്റെ മോൾക്കേ വള വാങ്ങിക്കാൻ ഞാൻ മാഹിറിനോട് കുറച്ച് പൈസ അയക്കാൻ പറഞ്ഞിരുന്നു. അവനത് അയക്കും വരെ കാത്തു നിന്നാലേ കല്യാണം അങ്ങ് കഴിയും. അതുകൊണ്ട് ഈ വള കൊണ്ടുപോയി മാറ്റിയെടുക്കാം. മാഹിർ അയക്കുമ്പോൾ പുതിയൊരെണ്ണം എനിക്ക് വാങ്ങുകയും ചെയ്യാലോ. ആനുമ്മ കണ്ടെത്തിയ പുതിയ ഐഡിയയാണ്. സുറുമി അവരെ തുറിച്ചു നോക്കി. ആ, അങ്ങനെയാണെങ്കിൽ മാഹിക്ക് വാങ്ങിത്തന്ന 2 വളകൾ ഉമ്മാൻ്റെ കയ്യിലുണ്ടല്ലോ. അതിലൊരെണ്ണം മാറിയെടുത്തൂടെ? എൻ്റെ ഉപ്പ എനിക്ക് തന്നതിലേ ഇനി ഈ ഒരു വള മാത്രമേ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് കയ്യിലാക്കി. ഇനി ഇതും കൂടി തരാൻ ഞാൻ തയ്യാറല്ല. എനിക്കും എൻ്റെ കുഞ്ഞിനും അസുഖം വന്ന് കിടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കുമ്പോഴേ എനിക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? എൻ്റെ വള ഇങ്ങ് തന്നേക്ക്. സുറുമി ചൊടിച്ചു. എടി അസത്തെ, ഈ ആരോടാണ് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് അറിയോ? നിന്റെ വള ചോദിച്ചതേ മൂത്തുമ്മാൻ്റെ മോൾക്ക് കൊടുത്ത് നിന്റെ ഭർത്താവിൻ്റെ മാനം നേടാനാണ്, അല്ലാതെ ഉമ്മാക്ക് തിന്നാനൊന്നല്ല. സീജ ചാടി എഴുന്നേറ്റു. അറിയാം, നിങ്ങൾ പുന്നാരമ്മച്ചിയോട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. എൻ്റെ വള എനിക്ക് വേണമെന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ്? നാത്തൂന് അത് കേട്ട് വിഷമം വന്നെങ്കിലേ കയ്യിൽ പൂക്കിറ്റ് പോലെ നിറച്ചു കിടക്കുന്ന ആ വളകളിലൊന്ന് ഊരി കൊടുത്തേക്ക്. അതും ഈ പറയുന്ന ആങ്ങള വാങ്ങിത്തന്നത് തന്നെയല്ലേ? സുറുമി പതർച്ചയില്ലാതെ പറയുന്നത് കേട്ട് സീജയുടെ മുഖം വിളറി. ഓ, നിന്റെ നാക്കിൻ്റെ നീളം വല്ലാതെ കൂടിയിട്ടുണ്ട്. അതും പറഞ്ഞ് സീജ പതിയെയിരുന്നു. ഒരാൾക്ക് ക്ഷമിക്കുന്നതിലും ഒരു പരിധിയില്ല നാത്തൂനെ. നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കുമ്പോഴേ നാക്കിന് കുറച്ച് നീളമില്ലാതെ പറ്റില്ലല്ലോ. സുറുമി പരിഹാസം കലർത്തി പറഞ്ഞു. എന്തായാലും മാഹിർ പണം അയക്കുന്നത് വരെ നിന്റെ വള എൻ്റെ കയ്യിലിരിക്കട്ടെ. പറ്റൂല, എനിക്കെൻ്റെ വള തന്നേ പറ്റൂ. സുറുമി വാശിക്കാരിയായി. ഈ ധൈര്യമൊക്കെ അവൾക്ക് അവളുടെ കഥാകാരൻ ജിന്നു പകർന്നു കൊടുത്തതാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ഒരു സ്വസ്ഥതയില്ല, എപ്പോഴും വഴക്ക്. മുസാഫിറിൻ്റെ ഒച്ച ഉയർന്നതും ഒരു മഴ പെയ്തതുപോലെ അവിടെ നിശബ്ദമായി. സക്കീർ തൻ്റെ അനിയനെ ഒന്ന് നോക്കി വീണ്ടും പ്ലേറ്റിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ്റെ നാക്ക് മുറിഞ്ഞിരിക്കുകയാണല്ലോ. എപ്പോൾ നോക്കിയാലും മയക്കും മക്കണം. ഇതൊക്കെ കണ്ടാണ് ഈ വീട്ടിലെ കുഞ്ഞു പിള്ളേർ വളർന്നു വരുന്നതെന്ന ഓർമ്മ ഒറ്റ എണ്ണത്തിനില്ല. ഉമ്മാക്കിത് എന്തിൻ്റെ സൂക്കാടാണ് ഉമ്മ? സുറുമയുടെ വളയങ്ങ് കൊടുത്തേക്കേ. ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയുടെ പേരക്കുട്ടിക്ക് മരുമകളുടെ വള ഉരി കൊടുക്കുന്നതിനേക്കാൾ നല്ലതേ ഉമ്മാൻ്റെ വള കൊടുക്കുന്നതല്ലേ? മുസാഫിർ പറഞ്ഞതും ആനുമ്മയുടെ മുഖം വീർത്തു. അതുമല്ലെങ്കിൽ ഉമ്മ, നമുക്കെല്ലാവർക്കും കൂടി കുറച്ച് പൈസ കൊടുക്കാം മൂത്തുമ്മക്ക്. വെറുതെ ഒച്ച വെച്ച് നാട്ടുകാരെ അറിയിക്കണ്ട. ഞങ്ങൾ ആണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളതാണ് എന്നും പറഞ്ഞ് കഴിക്കുന്നത് നിർത്തി മുസാഫിർ എഴുന്നേറ്റ് പോയി. ആനുമ്മ വള ഊരി കൂർത്തൊരു മുഖത്തോടെ സുറുമിയുടെ നേരെ ഒറ്റയേറി. നിലത്തേക്ക് വീണ വളയെടുത്ത് സുറുമി അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവൾ ജിന്നിൻ്റെ വാക്കുകളാണ് ഓർത്തത്. നീ വീട് കൊടുക്കുന്ന മരമായാലേ എല്ലാവരും നിന്റെ തലയിൽ വലിഞ്ഞു കയറത്തേയുള്ളൂ സുറുമി. നിനക്ക് പറയാനുള്ളത് ആരുടെ മുൻപിലായാലും തുറന്നു പറയണം. ആ നല്ല മനുഷ്യനെ ഓർത്ത് സുറുമി ഒന്ന് പുഞ്ചിരിച്ചു. ഇപ്പോൾ എങ്ങനെ ഇരിക്കണേ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഹസീന. മുസാഫിറിനോട് സുറുമിയോട് എന്തൊരു ചായ ഉണ്ടെന്ന് കണ്ടില്ലേ? ഓൻ ഓൾക്ക് വേണ്ടി സംസാരിച്ചത്. ഇനിയെങ്കിലും നീ ഒന്ന് സൂക്ഷിച്ചോ. ആണുങ്ങളെ മയക്കാനേ ഓൾ മിടുക്കുകയാണെന്ന് സക്കീർക്ക പറഞ്ഞത് എത്ര നേരാ? ലബീബ പറഞ്ഞതും സക്കീർ ഭക്ഷണം തരിപ്പിൽ കയറി ചുമക്കാൻ തുടങ്ങി. എന്തു പറ്റി സക്കീർക്ക? ശ്രദ്ധിച്ച് കഴിക്കണ്ടേ? ലബീബ സക്കീറിൻ്റെ തലയിൽ പതിയെ തട്ടിക്കൊടുത്തു. നല്ലോണം തട്ടിക്കൊടുക്ക്, അല്ലെങ്കിലേ ഓൻ മണ്ടയിലിരുന്ന് ചത്തുപോയാലോ? ആനുമ്മ സക്കീറിനെ ചൂഞ്ഞു നോക്കി അർത്ഥം വെച്ച് പറഞ്ഞു. വേറെ നിവർത്തിയേതുമില്ലാതെ മൂത്തുമ്മാടെ മോൾക്ക് ആനുമ്മ ഒരു മോതിരമാണ് സമ്മാനമായി കൊടുത്തത്. അതിനുള്ള പണം മുസാഫിറാണ് നൽകിയത്. വള തന്നെ കൊടുക്കണമെന്ന് ഉമ്മ നേർച്ചയൊന്നും വിട്ടിട്ടില്ലല്ലോ. മോതിരം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞതും അവൻ തന്നെ. സക്കീറും ലബീബയും
ഓരോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് അവിടെ നിന്നും തടിയൂരി എന്ന് പറയുന്നതാവും നല്ലത്. മാഹിർ പണം അയക്കാത്തതിൻ്റെയും സുറുമി അവളുടെ വള കൊടുക്കാത്തതിൻ്റെയും ദേഷ്യം ആനമ്മ സുറുമിയോട് തീർക്കുക തന്നെ ചെയ്തു. കുടുംബം ഒന്നടങ്കം കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങിപ്പോയപ്പോൾ സുറുമയെയും കുഞ്ഞിനെയും വയ്യാത്ത ഉപ്പാക്ക് കാവലിരുത്തി ആനമ്മ. മറ്റെല്ലാ പിള്ളേരും പുത്തനെടുപ്പും ഉടുത്ത് തുള്ളിച്ചാടി പോകുന്നത് കണ്ട് ഹാലമോൾ ഉമ്മാൻ്റെ മറവ് പറ്റി തേങ്ങിക്കരിഞ്ഞു. അമ്മായി ഞാനും വന്നോട്ടെ എന്ന് ചോദിച്ച് സിജിയുടെ കയ്യിൽ തൂങ്ങിക്കരിഞ്ഞിട്ടും ഹസീന ഒഴിച്ച് ബാക്കി ആർക്കും ആ കുഞ്ഞിനോടൊരു അലിവും തോന്നിയില്ല. ഹസീനക്കാണെങ്കിൽ ആനമ്മയുടെ പെർമിഷൻ ഇല്ലാതെ ഒന്ന് അനങ്ങാൻ പോലും ഭയമാണല്ലോ. അതുകൊണ്ട് ഹസീനയും ഹാലമോളുടെ കരച്ചിൽ കാണാത്തതുപോലെ നടിച്ചു. ഉമ്മച്ചി എല്ലാവരും കല്യാണത്തിന് പോയല്ലോ, മുത്തലയും ഉമ്മച്ചിനെയും മാത്രം എന്താ കൊണ്ടുപോവാത്തേ? ഹാലമോളുടെ ചോദ്യം കേട്ട് സുറുമിയുടെ ചങ്കൊന്ന് പിടഞ്ഞു. എൻ്റെ കുഞ്ഞെ, എന്നെപ്പോലെ തന്നെ ഈ നരകത്തിൽ കിടന്ന് വേദന തിന്നാനാണല്ലോ നിൻ്റെയും വിധി. സുറുമി ഹൃദയഭാരത്തോടെയാണ് കുഞ്ഞിനെ നോക്കിയത്. എന്നാൽ താൻ കുഞ്ഞിന് മറുപടി കൊടുക്കേണ്ടത് എന്തെന്നറിയാതെ ഉത്തരം നഷ്ടപ്പെട്ടതുപോലെ അവിടെ നിന്ന് പോയി. പാര ഉമ്മേ, ഉമ്മേ നമ്മളെന്താ പോവാത്തേ? സങ്കടം കൊണ്ടവളുടെ തൊണ്ടയിടറുന്നതും കുഞ്ഞിച്ചുണ്ടുകൾ വിരുമ്പുന്നതും കണ്ട് സുറുമിക്ക് സഹിക്കാനായില്ല. നെഞ്ച് വിങ്ങുന്നു. അവൾ കുഞ്ഞിനെ തന്നെ മാറോട് ചേർത്തണച്ചു പിടിച്ചു. മോളൂസേ, മുത്തോൽക്കും ഉമ്മാക്കും പനിയായിരുന്നില്ലേ? ആ ക്ഷീണം മാറി വരുന്നതേയുള്ളൂ. അതാട്ടോ നമ്മളെ ആരും കല്യാണത്തിന് കൊണ്ടുപോവാത്തേ. ഇനി അസുഖമൊക്കെ മാറിയാൽ നമുക്ക് എല്ലായിടത്തും പോവാലോ. എൻ്റെ പൊന്നു മോളുടെ ഉപ്പ ഇങ്ങ് വന്നോട്ടെ. അപ്പോൾ എൻ്റെ മുത്തുമോൾക്ക് എപ്പോഴും ഉപ്പാൻ്റെ കൂടെ കറങ്ങാൻ പോവാലോ. വെറുതെ സമാധാനവാക്ക് പറയുമ്പോൾ അവളുടെ സ്വരം ഇടവേ. കണ്ണുനീരിനെ ഒഴുക്കി വിടാതെ പിടിച്ചു വെക്കാൻ അവൾ പാടുപെട്ടു. അത് നല്ല ഉമ്മച്ചി, ഉമ്മച്ചി കള്ളം പറയാ. മൂത്തമ്മ പറഞ്ഞല്ലോ മുത്തോക്കും ഉമ്മാക്കും പുതിയ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ കൊണ്ടുപോകാത്തതെന്ന്. ലബീബ പറഞ്ഞ കാര്യം പറയുന്നതിനോടൊപ്പം അവളൊന്ന് തേങ്ങി. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തം വെക്കുമ്പോൾ ഹൃദയം പൊട്ടിയൊരു കരച്ചിൽ തൊണ്ടയെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. ഓരോന്ന് പറഞ്ഞവൾ ആശ്വസിച്ച് കുഞ്ഞിൻ്റെ പരിഭവം മാറ്റിയെടുത്തു. ഒരു ബൗളിലേക്ക് കഞ്ഞുകൊടുത്ത് സുറുമി ഉപ്പാൻ്റെ റൂമിലേക്ക് ചെന്നു. അയാൾ എന്തൊക്കെയോ ഓർത്തങ്ങനെ മുകളിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു. സുറുമിയുടെ മുഖത്തെ വാട്ടം ഒറ്റ നോട്ടത്തിൽ തന്നെ മുഹമ്മദുപ്പയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൻ്റെ കാരണവും അയാൾ ഊഹിച്ചു. എഴുന്നേറ്റ് നടക്കാൻ വയ്യെങ്കിലും കാതിനും കണ്ണിനും കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നടക്കുന്നതൊക്കെ അദ്ദേഹം അറിയുന്നുണ്ടല്ലോ. ഇളയ മരുമകളാണ് തറവാട്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യേണ്ടതെന്നും ഭർത്താവിൻ്റെ ഉമ്മയെയും ഉപ്പയെയും നോക്കുന്ന ഉത്തരവാദിത്തം അവൾക്ക് മാത്രമാണെന്നുമുള്ളത് തൻ്റെ ഭാര്യയുടെ വാദത്തോടെ ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ലെങ്കിലും തൻ്റെ ഗതികേട് കൊണ്ട് കണ്ണടച്ച് കിടക്കുകയാണവൾ. അവരൊക്കെ കല്യാണത്തിന് പോയില്ലേ മോളെ? ഉപ്പ തിരക്കി. സുറുമി ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഉപ്പയെ കഞ്ഞി കുടിപ്പിച്ചു. കഞ്ഞി കുടിച്ചു തീരും വരെ ഉപ്പ തന്നെ ദയനീയമായി നോക്കുന്നത് സുറുമി കണ്ടില്ലെന്ന് നടിച്ചു. ഒരുവിധം മൂടൊന്ന് മാറ്റിയെടുത്തതാണ്. ഇനിയിപ്പോൾ ഉപ്പ എന്തെങ്കിലും സംസാരിച്ചാൽ ഇനിയും കരഞ്ഞു പോകുമെന്ന് അവൾക്ക് തോന്നി. ഹാലമോൾ ഹാളിൽ നിന്ന് TV കാണുന്നുണ്ട്. സുറുമി അലക്കാനുള്ളതെല്ലാം എടുത്ത് അലക്കുകല്ലിനടുത്തേക്ക് നടന്നു. ഇടയ്ക്കിടയ്ക്ക് ഉപ്പൂപ്പാനെ ചെന്ന് നോക്കണമെന്ന് കുഞ്ഞിനോട് ഓർമ്മിപ്പിച്ചവൾ. ഹാലമോൾ ആവേശത്തോടെ തല അനക്കി. അങ്ങനെ എന്തെങ്കിലും കാര്യം അവളെ ഏൽപ്പിക്കുന്നത് അവൾക്കും സന്തോഷമാണ്. സുറുമിയുടേതും കുഞ്ഞിൻ്റെയും മാത്രമല്ല, മാഹിറിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും വസ്ത്രങ്ങൾ അലക്കുന്നതും സുറുമിയാണ്. നാത്തൂന്മാർ വിരുന്നു വന്നാൽ അവരുടേത് കൂടി ഉണ്ടാവും. അവരൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പണിയെടുത്ത് ക്ഷീണിച്ച് റെസ്റ്റിന് വരുന്നതായതുകൊണ്ട് അവർക്ക് ഒരുക്കേണ്ടതും പരിപാലിക്കേണ്ടതും കൂടി സുറുമിയുടെ കടമയാണെന്ന് ആനുമ്മ എപ്പോഴും പറഞ്ഞ് അവളെ ശീലിപ്പിച്ചിട്ടുണ്ട്. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാമെന്ന് മാഹിർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്നെങ്കിലും ആനുമ്മ അതിന് സമ്മതിച്ചില്ല. എല്ലാം അലക്കി പിഴിഞ്ഞ് അഴയിൽ വിരിച്ചിട്ട് ബക്കറ്റിൽ ഊറി നിന്ന് വെള്ളം ഇട്ട് തേഞ്ഞ ചെരുപ്പിലേക്കൊഴിച്ച് സുറുമി ഒന്ന് നിവർന്നതും ആരോ പിറകിൽ നിന്ന് അവളുടെ വാ പൊത്തിയിരുന്നു. സുറുമി ശക്തമായെന്ന് കുതറി. കയ്യിലെ ബക്കറ്റിൽ നിലത്തേക്ക് തെറിച്ച് വീണിട്ടും അവൻ പിടിയച്ചില്ല. നീ എന്ത് കരുതി സുറുമി? അന്ന് ആ തള്ള കണ്ടതുകൊണ്ടേ ഞാൻ നന്നായെന്നോ? നിന്നെ വെറുതെ വിട്ടെന്നോ? സെക്കീറിൻ്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ സുറുമിയുടെ കാതിൽ പതിഞ്ഞു. അവളുടെ ഉടലൊന്ന് വിറച്ചു. വിടന്നെ. സുറുമി കിട്ടിയ ശക്തിയെടുത്ത് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ ഇന്നും തീരുന്നതല്ലടി മോളെ നിന്നോടുള്ള എൻ്റെ മോഹം. നീ എന്ന് വന്ന് ഈ വീട്ടിലേക്ക് കയറി വന്നോ അന്ന് തൊട്ട് ഞാൻ നിന്നെ നോട്ടമിട്ട് വെച്ചതായിരുന്നു. പിന്നെ ഒരവസരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. പറ്റിയൊരു അവസരം കിട്ടിയപ്പോഴല്ല ആ തള്ള കയറി എല്ലാം കൊളാക്കി. സാരമില്ല, ഇന്നവരെല്ലാവരും
വൈകുന്നേരമാവാതെ വരാൻ പോകുന്നില്ല. ഈ ഒന്ന് സഹകരിച്ചാലേ ഒന്നും ആരും അറിയില്ല. അല്ല, ഇടയാനാണ് ഭാവമെങ്കിൽ ഇരയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് ഒരു രസമുള്ള പരിപാടി തന്നെയാണ് മോളെ. സുറുമയെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചാണ് സക്കീർ പറഞ്ഞത്. അപ്പോഴും അവളുടെ വാ പൊത്തിപ്പിടിച്ച കൈ അവൻ അയച്ചിരുന്നില്ല. അവളെങ്ങാനും ഒച്ച വെച്ചാൽ അയൽവാസികളുടെ കാലിലെത്തും. അപ്പോൾ എന്ത് തീരുമാനിച്ചു എൻ്റെ സുറുമിക്കുട്ടി? ഇക്കാക്ക പറഞ്ഞത് നല്ല കൊച്ചായി അനുസരിക്കൂലേ? സക്കീറിൻ്റെ ദയവറ്റിയ സ്വരം അവളുടെ ഭയത്തിൽ പിഴച്ചിലുണ്ടാക്കി. വിടന്നെ ദ്രോഹി, നിനക്കെങ്ങനെ കഴിയുന്നു എന്നോട് എങ്ങനെ പറയാൻ? ഞാൻ നിൻ്റെ അനിയൻ്റെ ഭാര്യയല്ലേ. സ്വന്തം അനിയൻ്റെ ഭാര്യയെ സഹോദരിയായി കാണാത്ത നിൽകൃഷ്ട ജീവിയായി നിനക്ക് പാവിരിക്കേണ്ട ഗതികേട് വന്നാലേ സുറുമി പിന്നെ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. സക്കീർ അവളുടെ വാ മൂടിക്കെട്ടി കൈയെടുത്ത് മാറ്റിയതും സുറുമി മുരണ്ടു. തീ ചിതറുന്ന വാക്കുകൾ. എൻ്റെ പൊന്നു കൊച്ചെ, നീ ഇങ്ങനെയൊന്നും പറയല്ലടി. എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്നോടൊരു 100 തവണ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ഈ ബന്ധം ഒരാൾ പോലും അറിയില്ലാന്ന്. നിൻ്റെ ഭർത്താവും എൻ്റെ ഭാര്യയും ഒരിക്കലും അറിയുകയില്ല. സക്കീർ ഉറപ്പു നൽകി. എൻ്റെ ശരീരവും മനസ്സും എൻ്റെ പ്രിയപ്പെട്ടവന് മാത്രമുള്ളതാണ്. മോശമായൊരു ചിന്ത കൊണ്ടുപോലും എൻ്റെ ഇണയെ ഞാൻ ചതിക്കില്ല, നിന്നെപ്പോലെ. സുറുമയുടെ കണ്ണുകളിൽ അഗ്നി തിളച്ചു. സക്കീർ അവളുടെ മുഖത്തേക്ക് മുഖം മടുപ്പിച്ചതും സുറുമി ആ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിരുന്നു. പൊടുന്നുടനെ അവൻ്റെ മുഖത്തെ ചിരിമാഞ്ഞ് അവിടെ ക്രൂരഭാവം തെളിഞ്ഞു. സക്കീറിൻ്റെ കൈ സുറുമിയുടെ കവിളിൽ ആഞ്ഞു പതിച്ചതും അവളാകെ ഒന്ന് ഉലഞ്ഞുപോയി. എന്താടി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂലേ? അയാൾ അവളുടെ ഇരു കവിളിലും മാറി മാറി അടിച്ചു. സുറുമി അവളെ കൊണ്ടാവും വിധം പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ കൈക്കരുത്തിൻ്റെ മുമ്പിൽ അവൾ ദുർബലയായി. ഒച്ച വെക്കാനൊരുങ്ങിയതും സക്കീർ അവളുടെ ചുണ്ടിന് മുകളിൽ കൈ അമർത്തി ശ്വാസം മുട്ടിച്ചു. എനിക്ക് നിന്നെ വേണം സുറുമി. നീ എന്ന ഭ്രാന്തി സിരകളിൽ അങ്ങനെ നിറഞ്ഞ ചൂട് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടേ കുറച്ച് നാളുകളായി. ഇന്നെനിക്ക് നിന്നെ അറിയണം. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ഞാൻ മധുര നുണഞ്ഞെടുക്കുക തന്നെ ചെയ്യും. ക്രൂരഭാവത്തിൽ പറഞ്ഞുകൊണ്ടവൻ അവളുടെ ദേഹത്തേക്ക് ദേഹം അമർത്തിയതും പെട്ടെന്ന് ഇവിടെ ആരുമില്ലേ? മുൻവശത്ത് നിന്ന് വിളിച്ചിട്ട് ആരെയും കാണാതെ പിന്നാമ്പുറത്തേക്ക് പാളി നോക്കി ആദിൽ ഉറക്കെ വിളിച്ചതും സക്കീർ ഒരു പിടച്ചിലൂടെ അവളിൽ നിന്ന് അകന്നു മാറി. ഷ്, മിണ്ടരുത്. മിണ്ടിയാൽ എന്നെ അറിയാലോ. നിന്റെ ഭർത്താവ് വരുമ്പോൾ കാണിക്കാൻ നിന്റെ കുഞ്ഞു ബാക്കി ഉണ്ടാവില്ല. ഉഗ്രഭീഷണിയുടെ ചൂണ്ടുവിരൽ ചുണ്ടിലേക്ക് അമർത്തി കാറ്റുപോലെ പറഞ്ഞുകൊണ്ടവൻ ആദിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി. സുറുമി തളർച്ചയോടെ ഭിത്തിയിലേക്ക് ചാരി. ദോ ഇവിടെയുണ്ട്, ചെറിയൊരു പണിയിലായിരുന്നു. മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് സക്കീർ പറഞ്ഞതും ആദിൽ അവൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു. അവനിങ്ങോട്ട് വരുമെന്ന് സക്കീർ പ്രതീക്ഷിച്ചിരുന്നേയില്ല. ചെറിയ പെങ്ങളുടെ നിക്കാഹ് വിളിക്കാൻ വന്നതാണ് ഞാൻ. ആദിൽ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് നോക്കുന്നത് അടുക്കള ഭിത്തിയിൽ ചാരി നിൽക്കുന്ന സുറുമിയുടെ മുഖത്തേക്കാണ്. അവളുടെ ചുവന്നു വീർത്ത മുഖവും തകർന്നു പോയി നിൽക്കും കണ്ടവൻ്റെ ചുടികളിലെ ചിരിമാഞ്ഞ് സംശയത്തിൻ്റെ നിഴൽ വീണു. സുറുമിക്കെന്താ വയ്യേ? അവളെ നോക്കിയാണ് ആദിൽ ചോദിച്ചത്. അവൾക്ക് പനിയായിരുന്നല്ലോ. പനി മാറിയിട്ട് ക്ഷീണമങ്ങ് പോയിട്ടില്ല. അവളുടെ നിൽപ്പ് നോക്കി സക്കീർ പല്ല് കടിച്ചു. നാശം പിടിച്ചോള്, അനങ്ങാപ്പാറ പോലെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ? അവൻ പല്ലിനിടയിലിട്ട് വാക്കുകളെ നിരിച്ചു. എന്തോ സക്കീർ പറഞ്ഞത് ആദിലിനത്ര വിശ്വാസം പോരാ. എങ്കിലും ഇക്കായ് വിളിക്കാനെന്ന പോലെ അവൻ സുറുമിയുടെ അടുത്തേക്ക് വന്നു. സുറുമി, നീയും മോളും എന്തായാലും വീട്ടിലേക്ക് വരണം. മാഹിർ വിളിക്കുമ്പോൾ ഞാൻ വന്നുവെന്നും പറയണം. മറ്റേതോ ലോകത്തെന്ന പോലെ നിൽക്കുന്നവളെ കണ്ണുകൾ അവൻ്റെ ശബ്ദം കേട്ടതും ഭയത്തോടെ എന്ന് പിടഞ്ഞു. ആദിലിനെ കണ്ടതും എന്തിനോ അവളുടെ കണ്ണുകൾ പെയ്തിറങ്ങി. സക്കീറിൻ്റെ കൂർത്ത നോട്ടം കണ്ടവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ആദിൽ ഇരുവരെയും മാറി മാറി നോക്കി. സുറുമിയുടെ കവിളിൽ തെളിഞ്ഞു കിടക്കുന്ന തിണർത്ത പാടുകൾ അവൻ്റെ ഉള്ളിലെ സംശയത്തെ ശക്തിപ്പെടുത്തി. അല്ല, ഇവിടെ ഉള്ള ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവൻ സക്കീറിനെ നോക്കി ചോദിച്ചു. അവരൊക്കെ കല്യാണത്തിന് പോയതാ. നിങ്ങൾ പോയില്ലേ? ഞാൻ നേരത്തെ ഇങ്ങ് പോന്നു. സക്കീർ മുഖത്ത് സ്വാഭാവികത വരുത്തി പറഞ്ഞു. നീ എന്തിനാ സുറുമി കരയുന്നത്? നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആരെങ്കിലും ഉപദ്രവിച്ചോ നിന്നെ? കൂട്ടുകാരൻ്റെ ഭാര്യയെ ആ നിമിഷം സ്വന്തം സഹോദരിയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ സുറുമിയോട് ചോദിച്ചത്. തൻ്റെ ഉള്ളിൽ വേവുന്ന രഹസ്യം അവനോട് തുറന്നു പറയാൻ തോന്നിയതും സുറുമി വിതമ്പുന്ന ചുണ്ടുകളോടെ തട്ടം കൊണ്ട് മറച്ചു പിടിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്നും തൻ്റെ മാന്യതയുടെ മുഖംമൂടി ഇവൻ വലിച്ചു കയറുമെന്നും ഭയന്ന സക്കീർ ഇടപെട്ടു. എടാ ചെറുക്കാ,
ഈ കല്യാണം വിളിക്കാൻ വന്നതല്ലേ? വിളിച്ചു കഴിഞ്ഞാൽ നീ നിൻ്റെ പാട് നോക്കി പോകാൻ നോക്ക്. എൻ്റെ കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാനുണ്ട്. അവൻ ആദിലിന് നേരെ ചൊടിച്ചു. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ.